നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോ കാണുന്ന ആളുകൾ പ്രവാസികളാണെങ്കിൽ, അതല്ലെങ്കിൽ പ്രവാസികളായ ആളുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രവാസികളായ കൂട്ടുകാർക്ക് ഈ വീഡിയോ, നമുക്കറിയാം പ്രവാസികൾക്കുള്ള ഒരു ID കാർഡാണ് നോർക്ക ID കാർഡ്. അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധി അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചും എല്ലാം നോക്കാം. ഇങ്ങനെ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് പദ്ധതിയുമായി നോർക്ക വരികയാണ്. നോർക്ക കെയർ പ്ലസ് എന്ന ഈ ഇൻഷുറൻസ് കഴിഞ്ഞ 2 മാസം മുമ്പ് ഇത് തുടങ്ങിയിരുന്നു. അന്ന് കുറച്ച് ആളുകളൊക്കെ അതിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയുമായി നോർക്ക വരികയാണ്. ഫാമിലിക്ക് മുഴുവനായിട്ടുള്ള രൂപത്തിലായിരിക്കും ഇൻഷുറൻസ് ലഭിക്കുക. പ്രവാസിക്കും അവരുടെ ഭാര്യമാർക്കും അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്ക്, അവരുടെ മാതാപിതാക്കൾ അടക്കമുള്ള കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം ഈ ഒരു ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ലഭിക്കും. അപകടങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ 10 ലക്ഷം രൂപയും മറ്റു അസുഖങ്ങൾക്കെല്ലാം 5 ലക്ഷം രൂപയുടെയും പലിശയായിരിക്കും ഈ ഇൻഷുറൻസ് ലഭിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഏകദേശം കേരളത്തിൽ 480ഓളം ഹോസ്പിറ്റലുകളിലും ഇന്ത്യയിൽ ഒട്ടാകെ 1500 പരം ഹോസ്പിറ്റലുകളിലുമാണ് ഈ കാർഡ് എടുക്കുക. ഈ കാർഡുള്ള ആളുകൾക്ക് അഡ്മിറ്റ് ആകുന്ന പക്ഷം പിന്നീട് യാതൊരു തരത്തിലുള്ള പണവും അവർ നൽകേണ്ടി വരില്ല. അതുപോലെ തന്നെ അഡ്മിറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഈ കാർഡ് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് റിജക്റ്റും ഉണ്ടാകുകയില്ല. എന്ത് അസുഖത്തിനും, നമ്മളിപ്പോൾ മുമ്പുള്ള അസുഖങ്ങൾക്ക് മറ്റു അസുഖങ്ങൾക്കെല്ലാം ഈ ഒരു കാർഡിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. കഴിഞ്ഞ ഇതിൽ ലഭിച്ച ആളുകൾക്ക്, കഴിഞ്ഞ പ്രാവശ്യം കാർഡ് എടുത്ത ആളുകൾക്ക് ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഓരോ ജില്ലയിലെയും ഏകദേശം 20-30 ഹോസ്പിറ്റലുകളിൽ ലിസ്റ്റിലുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ഒട്ടുമിക്ക പ്രവാസികളും ഈ ഒരു കാർഡ് എടുക്കാൻ നിർബന്ധമായി ശ്രദ്ധിക്കുക. നമ്മുടെ വീടുകളിൽ മറ്റും ഈ ഒരു കാർഡ് എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കുക. സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ പോലത്തെ GCC രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് നോർക്ക കാർഡ് ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നോർക്ക രജിസ്റ്റർ ചെയ്തതിനു ശേഷം അവർക്ക് ഈ കാർഡിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. നമ്മളിപ്പോൾ മുകളിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് GCC രാജ്യങ്ങളിലുള്ള ആളുകൾക്കെല്ലാം ആ നമ്പറിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ നോർക്ക കാർഡ് എടുത്തതിന് ശേഷം ഇത് ഇൻഷുറൻസ് കൂടി അവർ എടുത്തു തരുന്നതാണ്. നമ്പർ ഇപ്പോൾ നമ്മൾ മുകളിൽ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുക. അതുപോലെ തന്നെ നോർക്ക രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ നോർക്ക രജിസ്റ്റർ ചെയ്യുക. നോർക്ക രജിസ്റ്റർ ചെയ്തതിനു ശേഷം അതിന്റെ കാലാവധി കഴിഞ്ഞ ആളുകളാണെങ്കിൽ ആദ്യം കാർഡ് പുതുക്കുക. അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധിയിൽ ചേരാത്ത ആളുകളാണെങ്കിൽ അവർക്ക് പ്രവാസി ക്ഷേമനിധിയിൽ ചേർത്ത് കൊടുക്കുക. അതിൽ എമൗണ്ടുകൾ പെൻഡിങ് ആയി കാർഡിനെ കുറിച്ച് അറിയാത്ത ആളുകളാണെങ്കിൽ കാർഡിന്റെ എല്ലാ ഡീറ്റെയിൽസും അവർ എടുത്തു കൊടുക്കും. അവരുടെ ഓഫീസ് ഇപ്പോൾ നിലവിലുള്ളത് സൗദി അറേബ്യയിലാണ്. പക്ഷെ അവർ ദുബായ്, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ അടക്കമുള്ള GCC രാജ്യങ്ങളിലെ ആളുകൾക്കെല്ലാം ഈ വാട്സപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ തന്നെ നിങ്ങൾ ഡോക്യുമെന്റുകൾ മറ്റും ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ എല്ലാ കാർഡുകളും എടുത്തു നിങ്ങൾക്ക് ഡോക്യുമെന്റുകൾ തിരിച്ചു നൽകുന്നതാണ്. ഒരുപാട് ആനുകൂല്യങ്ങളുടെ ഒരു കാർഡാണ് ഈ നോർക്ക കെയർ ഇൻഷുറൻസ്. നമുക്കറിയാം, പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾക്ക് ഇൻഷുറൻസിനെല്ലാം വലിയ രൂപത്തിലുള്ള ഫണ്ടുകൾ വരുന്നുണ്ട്. അവർക്കെല്ലാം ചെറിയ രൂപത്തിലുള്ള ഫണ്ടുകൾ നൽകി തന്നെ മാതാപിതാക്കൾ അടക്കമുള്ള ആളുകൾക്ക് ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കും. ഒട്ടുമിക്ക പ്രവാസികളെയും എപ്പോഴും ഉള്ള ഒരു പ്രശ്നമായിരുന്നു, സ്വന്തമായി പല ആളുകൾക്കും ഇൻഷുറൻസ് ഉണ്ടാകും, എന്നാൽ പ്രായമായുള്ള ഉമ്മ, ഉപ്പ, അച്ഛനമ്മമാർക്കെല്ലാം ഈ ഇൻഷുറൻസ് ലഭിക്കാറില്ല. അങ്ങനെ ഇൻഷുറൻസ് ലഭിച്ചാൽ തന്നെ അവർക്ക് ആദ്യം ഒരുപാട് പരിശോധനകൾ ഉണ്ടായിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും അവർക്ക് ഇൻഷുറൻസ് അപ്രൂവൽ ആവുക. ഇതിൽ യാതൊരു തരത്തിലുള്ള ആദ്യ പരിശോധനകളോ മറ്റോ ഉണ്ടാവുകയില്ല. പിന്നീട് കാർഡിൽ റിജക്റ്ററും ഉണ്ടാകുകയില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ മുകളിലുള്ള വാട്സ്ആപ്പ് നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.